കണ്ടില്ലേ, ഒരു ശരാശരി മലയാളിയുടെ ട്രെയിൻ യാത്ര ഇത്ര ദുരിതപൂർണമാണ്. തിങ്ങി ഞെരുങ്ങിയും ഇടികൊണ്ടും ഇനിയും എത്ര കാലം സാധാരണക്കാർ ഇങ്ങനെ യാത്ര ചെയ്യണം? ഇതിനൊരു അറുതിയില്ലേ? ഇതിനെപ്പറ്റി യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. തലസ്ഥാന നഗരിയിൽ സാധാരണക്കാരന് ഒരു ടിക്കറ്റ് എടുക്കാൻ 1 മണിക്കൂർ ക്യൂ നിന്നിട്ട് കിട്ടുന്നില്ല. ഒരു ഡിസബിലിറ്റി ഉള്ളവർക്ക് സ്പെഷ്യൽ ക്യൂ ഇല്ല, ലേഡീസിന് ഒരു സ്പെഷ്യൽ ക്യൂ ഇല്ല, ഓൾഡ് ഏജിന് ഒരു സ്പെഷ്യൽ ക്യൂ ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ്. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഭയങ്കര തിരക്കാണ്. നമുക്ക് അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ് യാത്ര ചെയ്യാൻ വയ്യാത്ത ഒരു പ്രായമായോണ്ട് ട്രെയിനാണ് സൗകര്യം. തലയൊക്കെ വയസ്സായത് കാണുമ്പോൾ ആരെങ്കിലും എണീറ്റിരിക്കും. വേറെ ലോക്കൽ പോകുമ്പോൾ വേറെ ശ്വാസം എടുക്കാൻ പോലും പറ്റൂല. ഇവരൊക്കെ എല്ലാം എവിടെയെങ്കിലും ഒക്കെ തൂക്കിയിട്ടിട്ടാണ് പറഞ്ഞത്. വന്ദേ ഭാരത് ഉണ്ടാക്കിയിട്ട് നല്ല കുറച്ച് ലോക്കൽ ട്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല, അത് കിട്ടാറില്ല. ആ സമയമാകുമ്പോ ഫുൾ സൈറ്റ് ഹാങ് ആവുമ്പോൾ നമുക്ക് ഒട്ടും കിട്ടില്ല. പിന്നെ അത് നോക്കാറില്ല. ഇപ്പൊ ജനറൽ കയറി പോവാറാ പതിവ്. ഞാനങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്യാറില്ല. ഞാൻ ഇവിടെ വന്ന് ജനറൽ ടിക്കറ്റ് എടുത്താൽ പോവാറ്. തത്കാല് എപ്പോൾ നോക്കിയാലും ഉണ്ടാവില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടാണ് കാണിക്കണേ. നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് വരും. രാവിലെ സീറ്റ് കിട്ടാറില്ല, വൈകുന്നേരം നേരത്തെ വരുവാണെങ്കിൽ സീറ്റ് കിട്ടും. സത്യം പറഞ്ഞാൽ AC ചൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ജനറലിലും സ്ലീപ്പറിലും അത്ര സേഫ് ആയിട്ട് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ നേരത്തെ വരുന്നുണ്ട്, ഇപ്പൊ സീറ്റ് കിട്ടുന്നുണ്ട്. എല്ലാ സമയമാകുമ്പോഴത്തേക്ക് സീറ്റ് കിട്ടാറില്ല, നല്ല തിരക്കുണ്ട്. ടിക്കറ്റ് ഇല്ല, വെയിറ്റിംഗിലാണ്. രാവിലെ നോക്കിയിട്ടാണ്. നോർമലി നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും തിരക്കല്ലേ, പിന്നെന്തോ തിരക്കുണ്ട്. തിരക്ക് രണ്ടും ഉണ്ട്. തിരക്കുണ്ട്, തിരക്കൊക്കെ ഇല്ലാതെ എനിക്ക് തിരക്കുണ്ടോന്ന് വെച്ചാൽ തിരക്കുണ്ട്, അഡ്ജസ്റ്റ് ചെയ്താൽ കയറി പോവാം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വെക്കേഷനുള്ളൊരു പ്രശ്നമുണ്ടോ, അത് പരമാവധി കേന്ദ്ര സർക്കാർ ഇപ്പോൾ വന്ദേ ഭാരത് എല്ലാ ട്രെയിനും ഇറക്കിയിട്ടുണ്ട്. സാധാരണക്കാർ പോകുന്നുണ്ടല്ലോ ഇപ്പോ വന്ദേ ഭാരത് അത് ഹൈ ക്ലാസ്സിൽ ഉള്ള ട്രെയിനല്ലേ? അത് സിൽവർ ലൈൻ അതുകൂടി വന്നാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം. നല്ല തിരക്കാണ്. സീറ്റൊന്നും കിട്ടില്ല നിങ്ങളെ പോലുള്ള ആളുകൾക്ക്. നേരത്തെ വന്നാലേ കിട്ടുള്ളൂ. മിക്ക യാത്രക്കാരും ടിക്കറ്റ് എടുക്കുകയാണ് യാത്ര ചെയ്യുന്നത്. കമ്പാർട്ട്മെന്റ് കൂട്ടി അത്ര നല്ലതായിരിക്കും ജനറൽ. ഇരിക്കാനോ നിൽക്കാനോ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. ഒന്നുകിൽ ട്രെയിനിന്റെ എണ്ണം കൂട്ടുക, ഇല്ലെങ്കിൽ കോച്ചുകളുടെ എണ്ണം സെക്കൻഡ് ക്ലാസ് കൂട്ടുക. ബംഗാളി ടീംസ് എല്ലാം കയറി നമ്മുടെ കമ്പാർട്ട്മെന്റിൽ തന്നെ കയറി നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഡിലേ ആയിരുന്നില്ല വണ്ടികൾ. നമുക്ക് ബോഗിയും മറ്റും കൂട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ഉചിതമായിരുന്നു. നമ്മൾ കംഫർട്ടബിൾ ആണ്. ഇതുവരെ പോയിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. 5:30 എടുക്കുന്ന ട്രെയിനാണെങ്കിൽ 5 മണിക്ക് ആകുമ്പോഴേക്കും ഫില്ലാവാറുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് നേരത്തെ വന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിലൊക്കെ കടന്ന് പിന്നെ ക്യാൻസൽ ആയി. പിന്നെ ഇവിടെ ജനറൽ കയറി പോലെ പതിവ്. ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സൈറ്റിന്റെ ഹാങ് ഇഷ്യൂസ് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. കാരണം വെച്ചാൽ 11 മണിയാകുമ്പോഴേക്കും എല്ലാവരും കയറും. പിന്നെ നമുക്ക് ഒട്ടും ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടൊന്നും ഒഴിവാക്കുക. ജനറലേ കിട്ടുള്ളൂ, അപ്പോൾ ജനറൽ പോകും. സാമ്പത്തികം വളരെ കുറവാണ്, അപ്പോൾ ജനറൽ പോകും. പ്രീമിയം തൽക്കാലൊന്നും നമുക്ക് കിട്ടണില്ല. ഇന്നലെ ബുക്ക് ചെയ്യാൻ നോക്കി നോക്കുമ്പോൾ തൽക്കാലം കിട്ടിയില്ല. ക്യാൻസർ രോഗിയാണ്, അപ്പോൾ പിന്നെ പ്രീമിയം തൽക്കാലം കിട്ടിയില്ല. അത് പെട്ടെന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രയാസത്തിലാണ് ഇന്നലെ പോകുന്നത്. RICക്ക് കിട്ടുന്നത് പെട്ടെന്ന് ബുക്കിംഗ് ഫുൾ ആവും. ജനങ്ങൾ ബുക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളിത് സഹിക്കണം. അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. ഭയങ്കര തിരക്കാണ്. പിന്നെ ആളുകളൊന്നും നീച്ചു തരില്ല, അതൊക്കെ പ്രശ്നങ്ങളാണ്. ഇടിച്ചു കയറി നിന്നതിനെ കിട്ടും എന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞാൻ ട്രെയിനിലോൺ ആപ്പ് ബേസ് ബുക്ക് ചെയ്തു, അതുകൊണ്ട് ആക്ച്വലി കിട്ടി. അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എങ്ങനെയും വീട്ടിലെത്തിയാൽ പോരെ. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ജനറൽ ഇടി കൊണ്ടുവരും. ലേഡീസ് മിക്കപ്പോഴും ഫുൾ ആയിരിക്കും. ജനറലാണ് പോകുന്നത്, നല്ല തിരക്കുണ്ടാവും. തൽക്കാലം മിക്കപ്പോഴും കിട്ടത്തില്ല. അപ്പൊ ഇറങ്ങാനായിട്ടായാലും ഒരുപാട് പാടാണ്. ആൾക്കാർ നിൽക്കുന്നവരായാലും മാറി തരില്ല. സ്ലീപ്പറിനകത്ത് അവിടുന്ന് ഇവിടുന്ന് ഒരുപാട് ആള് കയറുന്ന പോലെ തോന്നും, കയറി ഇറങ്ങി പോകുന്ന പോലെ. AC ആള് കുറവാണ്. ഞാൻ പ്രവാസിയാണ്. കുറെ നാളൊക്കെ ഷാർജയിട്ട് വീണ്ടും വരുന്നു. ഇവിടെ ട്രെയിൻ തിരക്ക്. UTS ആപ്പ് ഉണ്ടായിരുന്നു, അത് വർക്കിംഗ് അല്ല. ഇവിടെ എത്തിയ ശേഷം വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഈ സ്പെഷ്യൽ ട്രെയിൻ അനൗൺസ് ചെയ്താൽ നിങ്ങൾ അറിയലുണ്ടോ? എവിടെ അറിയുന്നത്? അറിയത്തില്ല. ജനങ്ങളുടെ സൗകര്യം പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മന്ത്രിമാർ വിദേശത്ത് പോയിട്ട് പലതും കണ്ടിട്ട് വരുന്നത്. അവരവിടുന്ന് സൂചിച്ചിട്ട് വരുന്നതല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മാറ്റം അറിയുന്ന ആളെ PM ആക്കിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് സംശയം ഒന്നും കൊണ്ടെങ്കിൽ നമ്മളെ പുറത്തോട് ചോദിക്കുക. നമ്മൾ പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത് എന്ത് വിട്ടിട്ടാ ചെയ്യുന്നത്?